എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും തിരുവോണ നാളിൽ, എല്ലാ മലയാള മാസവും തിരുവോണ നാളിൽ നടക്കുന്ന തിരുവോണൂട്ട് അതിവിശേഷമാണ്. തിരുവോണൂട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് നകുലനാണ്. പഞ്ചപാണ്ഡവരിൽ നാലാമനായ നകുലൻ. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് അവർ തൊടുപുഴയ്ക്ക് അടുത്ത് താമസിച്ചിരുന്നു എന്നും അങ്ങനെ 5 ഇടങ്ങളിൽ അവരവരുടെ ഇഷ്ടദേവനെ പ്രതിഷ്ഠിച്ചു എന്നുമാണ്. അപ്പോൾ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പഞ്ചപാണ്ഡവരിൽ ഏറ്റവും മൂത്തയാളായ യുധിഷ്ഠിരനും, തൊട്ടടുത്ത് തന്നെ കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭീമസേനനും, മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അർജുനനും, പിന്നെ പെരുമ്പിള്ളിച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സഹദേവനും പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. മാത്രമല്ല നമ്മുടെ സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ആ ഒരു പുസ്തകത്തിലും ആധികാരികമായ ഒരു വിവരം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയ നകുലൻ ആദ്യമായി ഭഗവാന് നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഒരു തിരുവോണനാളിലായിരുന്നു. അത് ചിങ്ങമാസത്തിലെ തിരുവോണം അതിവിശേഷമാണ്. ഇവിടെ ഏതാണ്ട് 45-ൽ കൂടുതൽ വിഭവങ്ങളുമായിട്ടാണ് ഈ തൊട്ട് കഴിഞ്ഞ ചിങ്ങമാസത്തിലെ തിരുവോണം നമ്മൾ ആഘോഷിച്ചത്. അപ്പോൾ ഇനി വരുന്ന തിരുവോണകൂട്ട എന്ന് പറയുന്നത് ഈ വരുന്ന 12-ാം തീയതിയാണ്, ഏപ്രിൽ 12-ാം തീയതിയാണ്. അത് ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും ഈ തിരുവോണകൂട്ട് ഇവിടെ അതിവിശേഷമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ഭഗവാന് നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നകുലന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നകുലനെ അനുഗ്രഹിച്ച ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവരെയും ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതി, ഈ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരിക. അന്ന് മറ്റൊരു പ്രത്യേകതയുള്ളത്, അന്ന് ഈ പഞ്ചപാണ്ഡവരിൽ നാലാമനായ നകുലൻ പ്രതിഷ്ഠിച്ച ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമാണ് മറ്റ് 5 അമ്പലങ്ങൾ ദർശിക്കാനുള്ളൊരു അവസരമാണ്. യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച തൊടുപുഴ മുതൽ കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ ചതുർബാഹുവായി വിരാജിക്കുന്ന പെരുമ്പിള്ളിച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും, അങ്ങനെ 5 വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശിക്കാനുള്ളൊരു അസുലഭമായ ഭാഗ്യമാണ് KSRTC ഒരുക്കുന്നത്. ഏപ്രിൽ 12-ാം തീയതി രാവിലെ 6:30-ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആ വാഹനം പുറപ്പെട്ട് മറ്റ് 3 ക്ഷേത്രങ്ങൾ ദർശിച്ച് ഇടവെട്ടിയിലെത്തി ഇടവെട്ടി തിരുവോണകൂട്ടിൽ കൂടി പങ്കെടുത്ത് മടങ്ങാനുള്ളൊരവസരം. അതുകൂടാതെ ഏപ്രിൽ 12-ന് ഒരു പ്രാധാന്യമുള്ളത്, എല്ലാ ഇംഗ്ലീഷ് മാസവും 2-ാമത്തെ ഞായറാഴ്ച നടക്കുന്ന സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജ. ഇത് രണ്ടും ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം എത്തി എന്നൊരു പ്രത്യേകതയുണ്ട്. കൂടാതെ നമുക്ക് അന്ന് ഭഗവാന്റെ തൃക്കൈയിൽ നിന്നും വിഷുക്കൈ നീട്ടം കിട്ടാനുള്ളൊരവസരം. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഈ അനുഗ്രഹങ്ങൾ പരിപൂർണമായി ലഭിക്കുന്നൊരവസരമാണ് ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതി. അപ്പോൾ തിരുവോണകൂട്ടിലേക്കും സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജയിലേക്കും ഭഗവാന്റെ തൃക്കൈയിൽ നിന്നുള്ള വിഷുക്കൈ നീട്ടം കിട്ടാനും 5 അമ്പല ദർശനത്തിനുമൊക്കെ അങ്ങനെയുള്ള അസുലഭമായ ഭാഗ്യം ലഭിക്കുന്ന ഒരു പുണ്യദിനത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുകയാണ്.